നമുക്ക് അടുത്തിവിടെ പഠിക്കാനുള്ള സൈറ്റോകൈനസിസ് ആണ് കേട്ടോ, സെൽ ഡിവിഷൻ. സൈറ്റോകൈനസിസ് എങ്ങനെയാണ് പ്ലാന്റ് സെല്ലിലും എങ്ങനെയാണ് ആനിമൽ സെല്ലിലും നടക്കുന്നതെന്നാണ് നമുക്കിവിടെ നോക്കാനുള്ളത്. ഫസ്റ്റ് വി വിൽ സീ ഹൗ സൈറ്റോകൈനസിസ് ഒക്കേഴ്സ് ഇൻ പ്ലാന്റ് സെൽ. പ്ലാന്റ് സെല്ലിൽ എങ്ങനെയാണ് സൈറ്റോകൈനസിസ് നടക്കുന്നത്? നമുക്കറിയാം പ്ലാന്റ് സെൽ ഇറ്റ് ഈസ് ഹാവിങ് നെതർ കവറിങ്, ദാറ്റ് ഈസ് സെൽ മെംബ്രെയിൻ ആൻഡ് സെൽ വോൾ. ഇവർക്ക് സെൽ മെംബ്രെയിനും ഉണ്ട്, അതേപോലെ തന്നെ സെൽ വോളും ഉണ്ട് അല്ലേ. അപ്പൊ ഈ സെൽ വോൾ എന്താണ്? ഇറ്റ് ഈസ് എ നോൺ ലിവിങ് മെറ്റീരിയൽ കൊണ്ടുണ്ടാക്കിയിട്ടുള്ളതാണ്. അതായത് സെല്ലുലോസും ഹെമി സെല്ലുലോസും പെക്ടോസും ഒക്കെ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള. ഇതിന് വളരാനുള്ള കഴിവില്ല അല്ലെ, ഇതിന് വളരാനുള്ള കഴിവില്ല. അതേപോലെ തന്നെ ആസ് ദ സെൽ വോൾ ഈസ് പ്രസന്റ് ഹിയർ, സെൽ മെംബ്രെയിൻ ഓൾസോ വിൽ നോട്ട് ബി ബൈഫർക്കേറ്റഡ്. ഇവർ ഇതിന്റെ ഉള്ളിലേക്ക് വളരുകയും ചെയ്യില്ല. സോ ഹിയർ വിച്ച് വി ആർ സീയിങ് അനാഫേസിൽ വന്നിട്ട് 2 ന്യൂക്ലിയസ് ഇതാ അവിടെ ഉണ്ടായിരിക്കുന്നുണ്ട് ഇരിക്കട്ടെ. സോറി, ടീലോഫേസിൽ വന്നിട്ട് 2 ന്യൂക്ലിയസ് ഇതാ ഇവിടെ കാണാം. നമുക്ക് 2 ന്യൂക്ലിയസ് 2 ഭാഗത്ത് 2 കോർണറിലായിട്ട് കിട്ടിയിട്ടുണ്ട്. Now how this undergo division into 2 cells, 2 സെൽസിലേക്ക് എങ്ങനെയാണ് ഇതിന്റെ ഡിവിഷൻ നടക്കുന്നത് നമ്മൾ പഠിക്കണമെങ്കിൽ, see here in the case of plantsന്റെ കേസിൽ ഒരു സ്കാഫോൾഡ് പോലത്തെ ഒരു സ്ട്രക്ചർ ഉണ്ട്, അതായത് ഫോൾഡിംഗ് സ്ട്രക്ചർ ആസ് ഫ്രാഗ്മോപ്ലാസ്റ്റ്. ഈ ഫ്രാഗ്മോപ്ലാസ്റ്റ് എന്ത് ചെയ്യുന്നു വെച്ചാൽ they will do some calcium pectate deposit in the center region. ഇതിന്റെ സെന്റർ റീജിയനിൽ വന്നിട്ട് ഒരു കാൽഷ്യം പെക്ടേറ്റിന്റെ ഡെപ്പോസിറ്റ് കൊണ്ടിടും. So this calcium pectate deposit it will be growing towards each periphery. ഇത് 2 പെരിഫറൽ റീജിയനിലേക്ക് ഇത് വളർന്ന് when it is reaching the cell wall, when it is touching the cell wall will be broken. ആ സെൽ വോൾ ബ്രേക്ക് ആവത്തക്ക രീതിയിൽ കാൽഷ്യം പെക്ടേറ്റ് ഇറ്റ് വിൽ ബി ഡെപ്പോസിറ്റഡ് ഫ്രം ദ മിഡിൽ റീജിയൻ ടു ബോത്ത് പെരിഫറി. ഈ 2 ഡയറക്ഷനിലും ഇതിങ്ങനെ ഇട്ടിട്ട് പോകും. ഒരു സിമെന്റിങ് മെറ്റീരിയൽ ആണ്. അതിന് നമ്മൾ എന്ത് പറയുന്നറിയോ? സെൽ പ്ലേറ്റ് എന്ന് പറയും. നമ്മള് സെൽ പ്ലേറ്റ് എന്ന് പറയും. Now when this cell plate is touching the cell wall region, we can see this cell membrane it will start bifurcating inside. ഈ സെൽ മെംബ്രെയിൻ പതുക്കെ എങ്ങോട്ട് വളരും? അകത്തേക്ക് വളരും. അത് ഞാനൊരു ഡോട്ട് ഇട്ടാണ് കാണിക്കുന്ന. 2 സൈഡിൽ നിന്നും സെൽ മെംബ്രെയിൻ സെന്ററിലേക്ക് വളരും. Now we can see the cell membrane it has been grown towards the center region. ഇനി ഈ സെൽ മെംബ്രെയിൻ ഇങ്ങോട്ട് വളർന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ സൈറ്റോപ്ലാസത്തിൽ നിന്ന് സെല്ലുലോസിന്റെ ഹെമി സെല്ലുലോസിന്റെ ഒക്കെ ഡെപ്പോസിറ്റ് അതിന്റെ പുറത്തായിട്ട് ഉണ്ടാവുന്നതാണ്. സോ ഹിയർ വി ക്യാൻ സി ദ ഡെപ്പോസിറ്റ് ഓഫ് ദി സെല്ലുലോസ് ആൻഡ് ഹെമി സെല്ലുലോസ് ഇറ്റ് ഒക്കേഴ്സ് ഇൻ ദ ഔട്ടർ പാർട്ട് ഓഫ് ദി സെൽ മെംബ്രെയിൻ. ദിസ് ഇസ് നത്തിങ് ബട്ട് ദ പ്രൈമറി സെൽ വോൾ ഫോർമേഷൻ. ഈ പ്രൈമറി സെൽ വോൾ ഇവിടെ ഫോം ചെയ്യും. ഓക്കെ, സോ നമുക്കൊരു സെൽ മെംബ്രെയിനും സെൽ വോളും അതേപോലെ ഇതിന്റെ സെന്റർ റീജിയനിൽ നമുക്കൊരു സെൽ പ്ലേറ്റും കിട്ടി. ഇതേപോലെ തന്നെ ഇതേ സെയിം പ്രോസസ് ഇവിടെയും നടക്കും. അതായത് സെൽ മെംബ്രെയിൻ ഇങ്ങനെ സെൽ മെംബ്രെയിൻ ഉള്ളിലേക്ക് ഇൻവാജിനേറ്റ് ചെയ്യും. അതേപോലെ സെൽ വോള് ഇവിടുന്ന് ഡെപ്പോസിറ്റും ഉണ്ടാവും. ഈ സെൽ വോളിന്റെ ഡെപ്പോസിറ്റ് കൊണ്ട് ഇപ്പൊ നമുക്ക് നോക്കിക്കേ, നമുക്ക് 2 സെല്ലായിട്ട് ഡിവൈഡ് ചെയ്ത് കിട്ടിയില്ലേ. Now we can see there is a connection between these 2 cell wall. ഈ സെൽ വോളിന്റെ ഇടയിൽ ഒരു സിമെന്റിംഗ് മെറ്റീരിയലിന്റെ ഒരു കണക്ഷൻ ഉണ്ട്. ഈ സിമെന്റിംഗ് മെറ്റീരിയലിന്റെ ഈ കണക്ഷൻ ആണ് സെൽ പ്ലേറ്റ് മോഡിഫൈ ചെയ്തിട്ടാണ് എന്തായിട്ട് മാറുന്നത്? മിഡിൽ ലെമല്ല എന്ന് പറയുന്ന സ്ട്രക്ചർ ആയിട്ട് മാറുന്നത്. Now when this process is occurring, ഈ പ്രോസസ് നടക്കുന്ന സമയത്ത് ഇതിനെ ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോകാൻ സെൻട്രോസോമും സെൻട്രിയോളും അല്ലെങ്കിൽ സ്പിൻഡിൽ ഫൈബേഴ്സും ഒന്നും ഇല്ല അല്ലെ. സ്പിൻഡിൽ ഫൈബേഴ്സും സെൻട്രോസോമും സെൻട്രിയോളും ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഇവരെ കറക്റ്റ് ആയിട്ട് എല്ലാ ഓർഗനൽസും ഒന്നും സെപ്പറേറ്റ് ആയിട്ടുണ്ടാവില്ല. അപ്പൊ എന്ത് പറ്റുന്നറിയോ? ഇതിന്റെ ഇടയിൽ ചിലപ്പോൾ ചില സെൽ ഓർഗനില് ട്രാപ്പ് ആയി പോവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ട്രാപ്പ് ആയി പോകുന്ന എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലോ അല്ലെങ്കിൽ ഗോൾജി അപ്പാരറ്റസോ അതൊക്കെ ഇങ്ങനെ ഒരു ട്യൂബ് പോലത്തെ ഒരു സ്ട്രക്ചർ ആയിട്ട് നമുക്ക് ഈ 2 സെല്ലിന്റെ ഇടയ്ക്ക് കാണാം. ഇതിന് നമ്മൾ പ്ലാസ്മോഡെസ്മേറ്റ എന്ന് പറയും. അതുകൊണ്ട് നമുക്ക് പറയാം പ്ലാസ്മോഡെസ്മേറ്റ് ഈസ് ദ കണക്ഷൻ ബിറ്റ്വീൻ ദ സൈറ്റോപ്ലാസം ഓഫ് 2 പ്ലാന്റ് സെൽ. അതായത് 2 പ്ലാന്റ് സെല്ലിന്റെ സൈറ്റോപ്ലാസം തമ്മിലുള്ള ഒരു കണക്ഷൻ ആണ് പ്ലാസ്മോഡെസ്മേറ്റൽ കണക്ഷൻ. ഈ പ്ലാസ്മോഡെസ്മേറ്റൽ കണക്ഷൻ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് ദ സെൽ ഓർഗനൽ വിച്ച് ഈസ് ട്രാപ്ഡ് ഇൻ ബിറ്റ്വീൻ ദ 2 cytoplasm of plant cell during cytokinesis. സൈറ്റോകൈനസിന്റെ സമയത്ത് ഇവിടെ ട്രാപ്പ് ആയി പോകുന്നതാണ്. Now ഇനി ഇതിന്റെ ഉള്ളിലേക്ക് വീണ്ടും സെൽ വോളിന്റെ ഡെപ്പോസിറ്റ് വരാം. ഇതിന്റെ ഉള്ളിലേക്ക് പ്രൈമറി സെൽ വോളിന്റെ ഉള്ളിലേക്ക് ആദ്യം ഉണ്ടായ സെൽ വോളിന്റെ ഉള്ളിലേക്ക് വീണ്ടും സെൽ വോളിന്റെ ഡെപ്പോസിറ്റ് വരാം. അതാണ് സെക്കൻഡറി സെൽ വോൾ എന്ന് പറയാം. അതേപോലെ അത് കൂടാതെ അതിന്റെ ഉള്ളിലേക്ക് വീണ്ടും വേണമെങ്കിൽ സെൽ വോളിന്റെ ഡെപ്പോസിറ്റ് വരാം. ദാറ്റ് ഈസ് ടെറിഷറി സെൽ വോൾ. ഓക്കെ, അപ്പൊ പ്രൈമറി സെൽ വോൾ ആയിരിക്കും ഏറ്റവും പുറത്തായിട്ട് കാണുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ദ വേ ദ
division it occurs inside the plant cell. Plant cell in the case division നടക്കുന്നത് ദാ ഇതേപോലെയാണ് കേട്ടോ. Excuse me. So here we can see the division it occurs between the two nucleus by cytokinesis that occurs in the case of plants by a process in which the phragmoplast it will deposit the calcium pectate. Phragmoplast. Okay. Centrosominum centriolinum പകരം പ്ലാന്റ്സിൽ കാണുന്നതാണ് phragmoplast. സെൻട്രോസോമിനും സെൻട്രിയോളിനും പകരം പ്ലാന്റ്സിൽ കാണുന്ന എന്താണ് ഫ്രാഗ്മോപ്ലാസ്റ്റ്. ആ ഫ്രാഗ്മോപ്ലാസ്റ്റ് ആണ് കാൽഷ്യം ഡെപ്പോസിറ്റ് ഇടുന്നത്. കാൽഷ്യം ഡെപ്പോസിറ്റ് സെന്റർ ഭാഗത്ത് നിന്ന് 2 പെരിഫറിയിലേക്കുമാണ് ഇടുക. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ അത് പ്ലാസ്മ മെംബ്രെയിനെ വളർത്താൻ തുടങ്ങും. Then after that the deposit of the cell wall it will be formed. First formed cell wall is called as the primary cell wall. Second formed secondary cell wall. Tertiary cell wall is nothing but the third formed cell wall. അതൊക്കെ സ്പെഷ്യൽ സെൽസിൽ മാത്രം കാണുന്ന സ്ട്രക്ചർ ആണ് കേട്ടോ. So this is the cytokinesis which occurs in plant cell. Animal cell cytokinesis വളരെ ഈസിയാണ്. So here animal cell will not be having any cell wall. It will be having just a cell membrane, right? So here in the telophase when the nucleus is reformed in each corner, രണ്ട് പോളിലും വന്നിട്ട് ന്യൂക്ലിയസ് ഫോം ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ it will start bifurcating its cell membrane towards the center region from the periphery. കണ്ട ഈ സെന്റർ റീജിയനിൽ നിന്ന് പെരിഫറൽ റീജിയനിൽ നിന്ന് സെന്റർ റീജിയനിലേക്ക് ഇതിങ്ങനെ ബൈഫർക്കേറ്റ് ചെയ്ത് പോരും. So the invagination of the cell membrane towards the center region from the periphery that will make the 2 cells in the case of animals. Okay. So here this mitosis എന്തിനു വേണ്ടിയിട്ടാണ് നടക്കുന്നത്? What is the significance of this mitosis? Mitosis it occurs to maintain the karyoplasmic index, or it occurs because for maintaining the nucleocytoplasm ratio. ന്യൂക്ലിയസിൻ്റെയും സൈറ്റോപ്ലാസത്തിൻ്റെയും റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മൈറ്റോസിസ് നടക്കുക. സാധാരണ മൈറ്റോസിസ് നടക്കുന്നത് ഡിപ്ലോയിഡ് സെൽസിലാണ് മൈറ്റോസിസ് നടക്കുക. അല്ലാതെ ഹാപ്ലോയിഡ് സെൽസിൽ മൈറ്റോസിസ് നടക്കുന്നത് വളരെ ലോവർ ഓർഗാനിസത്തിലും അല്ലെങ്കിൽ സ്പെഷ്യൽ സെൽസ് ഇൻ ഹയർ പ്ലാന്റ്സിലും. എക്സാമ്പിൾ ഇഫ് യു സീ ഇൻ ദ കേസ് ഓഫ് എഗ് embryo sac in the case of angiosperm, അതിനകത്ത് മൈറ്റോട്ടിക് ഡിവിഷൻ നടക്കുന്നുണ്ട്. അത് എന്താണ് എംബ്രിയോ സാക്കിൻ്റെ ഉള്ളിൽ നടക്കുന്ന മൈറ്റോട്ടിക് ഡിവിഷനാണ്. അതുപോലെ പോളൻ ഗ്രെയിൻ്റെ ഉള്ളിൽ മൈറ്റോട്ടിക് ഡിവിഷൻ നടക്കുന്നുണ്ട്. അതേപോലെ നമുക്ക് ബ്രയോഫൈറ്റിൻ്റെ ഒക്കെ കേസിൽ അല്ലെങ്കിൽ ആൽഗയുടെ ഒക്കെ കേസിൽ ഹാപ്ലോയിഡ് സെൽസിൽ മൈറ്റോട്ടിക് ഡിവിഷൻ നടക്കുന്നുണ്ട്. ബ്രയോഫൈറ്റും ആൽഗയും ഒക്കെ എന്താണ്, അതൊക്കെ ലോവർ പ്ലാന്റ്സ് ആണ്. അതേപോലെ നമുക്ക് ഇതിനകത്തും കാണാം ടെറിഡോഫൈറ്റിൽ മൈറ്റോട്ടിക് ഡിവിഷൻ നടക്കുന്നുണ്ട്. പ്രോതാലസിൻ്റെ കേസിൽ മൈറ്റോട്ടിക് ഡിവിഷൻ നടക്കുന്നുണ്ട്. അതും ലോവർ പ്ലാന്റ്സിൽ വരുന്നതാണ്. അപ്പോൾ ഹയർ പ്ലാന്റ്സിൻ്റെ ചില പാർട്ടിലും ലോവർ പ്ലാന്റ്സിലും അതുപോലെ ചില ഇൻസെക്ട്സിലൊക്കെ മൈറ്റോട്ടിക് ഡിവിഷൻ നടക്കുന്നതാണ് ഹാപ്ലോയിഡ് സെൽസിൽ. ഹാപ്ലോയിഡ് സെൽസിൽ ഇൻസെക്ട്സിൽ മൈറ്റോട്ടിക് ഡിവിഷൻ നടക്കുന്നത് പാർത്തനോജെനസിസ് വഴി ഉണ്ടാകുന്ന ഓർഗാനിസത്തിൻ്റെ, അതായത് ഇപ്പോൾ നമ്മൾ ഹണി ബീസ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ മെയിൽ ഹണി ബീസ് ഹാപ്ലോയിഡ് ആണ് അല്ലേ, അൺഫെർട്ടിലൈസ്ഡ് എഗ്ഗിൽ നിന്ന് ഉണ്ടാകുന്നതാണ് മെയിൽ ഹണി ബി. അപ്പോൾ അങ്ങനത്തെ ഓർഗാനിസത്തിലൊക്കെ എന്താണ് മൈറ്റോട്ടിക് ഡിവിഷൻ നടക്കുന്ന അവരുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട്. അല്ലെങ്കിൽ സാധാരണ മൈറ്റോട്ടിക് ഡിവിഷൻ നടക്കുന്ന ഡിപ്ലോയിഡ് സെൽസിലാണ്. അതേപോലെ we can see this mitotic division, it is majorly for growth and repairing purpose. ഗ്രോത്തിനും റിപ്പയറിംഗ് പർപ്പസിനും വേണ്ടിയിട്ടാണ് മൈറ്റോട്ടിക് ഡിവിഷൻ നടക്കുന്നത്. ദിസ് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് മൈറ്റോസിസ്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് നെക്സ്റ്റ് we have to study, that is meiosis, that we will see in the next session.